നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിറന്നാൾ ദിനത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു 24-കാരിക്ക്. കോട്ടയത്താണ് കുടുംബ വീട്. ബാന്ദ്ര നിവേസിയായ റബേക്ക ജേക്കബ് ആണ് മരിച്ചത്. 24 വയസ്സുകാരിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. പിറന്നാൾ ആഘോഷത്തിനായുള്ള യാത്രയ്ക്കിടെ ആഡംബര കാർ അപകടത്തിൽപ്പെട്ടാണ് മലയാളി യുവതിക്കും സുഹൃത്തിനും ദാരുണാന്ത്യമുണ്ടായത്. റബേക്ക ജേക്കബ് 24 വയസ്സ്, സുഹൃത്ത് യോഗേഷ് കിഷൻ 24 വയസ്സ് എന്നിവരാണ് ബദ്ലാപൂരിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അങ്കദ് എന്ന വ്യക്തി ഗുരുതര പരിക്കുകളോടെ താനെയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു റബേക്കയുടെ ജന്മദിനം. ഇതിൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇവർ പുറപ്പെട്ടത്. ഇതിനിടയിലാണ് അവർക്ക് വേണ്ടി വിധി കാത്തുവെച്ചത്. മറ്റൊന്നായിരുന്നു. വളരെ ദുഃഖകരമായ സംഭവമാണ്. അമിത വേഗത്തിലായിരുന്നു കാർ. ഇത് ഡിവൈഡറിൽ ഇടിച്ച ശേഷം റോഡിൽ പലതവണ മറിഞ്ഞിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. വാഹനം പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. മുംബൈ വഡോദര ഹൈവേയിൽ ടിറ്റ്വാല ഭാഗത്ത് നിന്ന് ബദ്ലാപൂരിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. മിനിറ്റുകൾ മുൻപ് റെക്കോർഡ് ചെയ്ത വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. നോവായി മാറുകയാണ് ആ വീഡിയോ. അതിൽ മണിക്കൂറിൽ 251 കിലോമീറ്റർ വേഗം കാണിക്കുന്നുണ്ട്. അത്രയും വേഗത്തിലാണ് ആ കാർ പോയിക്കൊണ്ടിരുന്നത് എന്നത് ആ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ബാന്ദ്ര വെസ്റ്റ് പാലി ഹിൽ റോഡ് 21 ആബാർ അപ്പാർട്ട്മെന്റിൽ ബാബു ജേക്കബിന്റെ ഗേളിയുടെ മകളാണ് റബേക്ക. സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെ 11-ന് വസതിയിൽ നടക്കും. തുടർന്ന് ദാദർ ഓർത്തഡോക്സ് പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ശിവരി ക്രിസ്ത്യൻ സെമിത്തേരിയിൽ നടത്തും. എന്നാലും നടക്കുന്ന അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത്. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ കൊല്ലം കൊട്ടാരക്കരയിൽ നടക്കുന്ന മറ്റൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. അമിത വേഗത്തിലെത്തിയ ലോറി മറിഞ്ഞ് അപകടം സംഭവിച്ചിരിക്കുന്നു. കുറച്ചു പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. കൊട്ടാരക്കര നീലേശ്വരത്താണ് രാവിലെ സ്കൂളിൽ പോകാനായി കുട്ടികൾ ബസ് കാത്തു നിൽക്കവെയാണ് ഇത്തരത്തിൽ നാടിനെ നടുക്കിയ ദാരുണ അപകടമുണ്ടായിരിക്കുന്നത്. അമിത വേഗത്തിലെത്തിയ മണ്ണ് കയറ്റിയ ടിപ്പറാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി മറിഞ്ഞു. അപകട സമയത്ത് 8ഓളം പേരാണ് ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നത്. ലോറി മറിഞ്ഞതിനെ തുടർന്ന് കുട്ടികൾ ടിപ്പറിനടിയിലും മണ്ണിലും അകപ്പെട്ടു. ബൈക്കിലിടിച്ച് ടിപ്പർ മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ഋഷഭ്, ബോബൻ, നവനീത്, ജിബി മോൾ, ടിപ്പർ ഡ്രൈവർ ചവറ സ്വദേശി നിസാം എന്നിവർക്ക് പരിക്കേറ്റു. കൂടുതൽ കുട്ടികൾ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്ന സംശയം നിലവിൽ ഉടലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സംയുക്തമായി ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഫയർഫോഴ്സ് എത്തി ടിപ്പർ ഉയർത്തിയാണ് മണ്ണിനടിയിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. ലോറിയുടെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളെ ഉടനടി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്കും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ചിലരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുവരുന്നുണ്ട്. പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ ലോറിയിൽ മണ്ണുണ്ടായിരുന്നു. ഈ മണ്ണാണ് കൂടുതൽ അപകടം വരുത്തിയിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മണ്ണിനടിയിൽ കുറേ പേര് പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് നിലവിലായിരിക്കുന്നത്. ടിപ്പർ ലോറി ഡ്രൈവർക്കും പരിക്കേറ്റു. മതിലിനോട് ചേർന്ന് ബസ് കാത്തു നിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും മരിച്ചവരെയൊക്കെ തിരിച്ചറിയാൻ സമയമെടുക്കുന്നുണ്ട്. മരിച്ച വിദ്യാർത്ഥിയുടേത് കാർമൽ സ്കൂളിലെ ID കാർഡ് എന്നാണ് വിവരം. എന്തായാലും വളരെ ദുഃഖകരമായ വേദനാജനകമായ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. നമുക്കറിയാം ആ വീടുകളിലൊക്കെ വളരെയധികം എന്താണ് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അപ്രതീക്ഷിതമായി വന്ന അപകടം ഒരുപാട് ജീവനുകൾ കവർന്നെടുത്തിരിക്കുന്നു. KSEB അധികൃതരെത്തി പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കൂടുതൽ പേർ അപകടത്തിൽ പെട്ടോ എന്ന ആശങ്ക ഇല്ലാതില്ല എന്നാണ് മന്ത്രി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചിരിക്കുന്നത്. ടിപ്പറിലെ മണ്ണിന് പുറമെ മതിലിന്റെ ഭാഗങ്ങളും ബസ് കാത്തു നിന്നവരുടെ മുകളിലേക്ക് വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതിലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച പാറ കഷ്ണങ്ങളും ബസ് കാത്തു നിന്നവരുടെ മുകളിലേക്ക് വീണിട്ടുണ്ട്. തൊട്ടടുത്തുള്ള കെട്ടിടത്തിന്റെ ഭാഗങ്ങളും വീണതായിട്ടാണ് റിപ്പോർട്ടുകൾ. അമിത വേഗതയിൽ ഇറക്കമിറങ്ങി വരികയായിരുന്നു അപകടമുണ്ടാക്കിയ ടിപ്പർ ലോറി. 3 വഴികൾ ചേർന്ന ജംഗ്ഷനാണിത്. വേഗത്തിലെത്തിയ ടിപ്പർ വളവ് തിരിച്ചപ്പോൾ പറ്റിയ അപകടമാണിതെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ടിപ്പർ ലോറി അമിത വേഗതയിലെത്തി ആദ്യം ഒരു സ്കൂട്ടറിനെ ഇടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്കൂട്ടറിനെ ഇടിച്ചപ്പോൾ തന്നെ ടിപ്പർ ലോറി നന്നായി ഉലഞ്ഞു. ഈ സമയം ടിപ്പറിൽ നിന്നും മണ്ണ് ഒരു സൈഡിലേക്ക് മറിഞ്ഞു വീണിരുന്നു. അതിനുശേഷം ടിപ്പർ പാഞ്ഞു ചെന്ന് ഒരു മതിലിൽ ഇടിക്കുകയും മതിലിടിച്ച് തകർത്തതിനു ശേഷം ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറുകയും
കൈമാറുകയുമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളൊക്കെ ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നത്. ടിപ്പർ ലോറി പോലും തകരുന്ന രീതിയിൽ വലിയ ആഘാതമാണ്, അത്രയും വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. രാവിലെ 7:50 ഈ അപകടം സംഭവിച്ചത്. അപകടത്തിന് പിന്നാലെ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. രക്ഷപ്പെടുത്തിയവരെയും കൊണ്ട് താലൂക്ക് ആശുപത്രിയിലേക്കും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും വേഗത്തിൽ തന്നെ അവർ എത്തിക്കുകയായിരുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് മണ്ണ് മാറ്റി ഇതിന് അടിയിൽ ഇനി ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധന നിലവിൽ നടത്തുന്നത്. അതേസമയം ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഉയരുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരു സമയത്ത് രാവിലെ സമയത്ത് ടിപ്പർ ലോറി എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ആരധികാരം കൊടുത്തു, പോലീസ് ഉണ്ടായിരുന്നില്ല എന്ന ചോദ്യം. സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി ടിപ്പർ വാഹനങ്ങളുടെ സമയത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ്. പുതുക്കിയ സമയക്രമപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനനുസരിച്ച് രാവിലെ 8 മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മുതൽ 5:30 വരെയുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ടിപ്പർ ലോറികൾക്ക്. എന്നാൽ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു സ്കൂൾ സമയം രാവിലെ 8 മണിയോട് അടുപ്പിച്ചാണ്. അപ്പോൾ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് ടിപ്പർ ലോറി നിരത്തിലിറങ്ങി എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. റോഡുകൾ വീണ്ടും സ്കൂൾ തിരക്കുകൾക്ക് വഴിമാറുന്ന സാഹചര്യത്തിലായിരുന്നു റോഡിൽ രാവിലെ വൈകുന്നേരത്തെ പീക്ക് അവറുകളുടെ തിരക്ക് കുറയ്ക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ടിപ്പർ വാഹനങ്ങളുടെ സമയ നിയന്ത്രണം ക്രമീകരിച്ചത്. സ്കൂൾ പരിസരങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ വഴിയോര കച്ചവടങ്ങൾക്കോ അനുവാദമില്ല. മാത്രമല്ല ടിപ്പർ ലോറികൾ ഈ സമയത്ത് ഇറക്കരുത് എന്നതടക്കമുള്ള കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സമയം അടുപ്പിച്ച് ഇപ്പോൾ ടിപ്പർ ലോറി പാഞ്ഞെത്തിയതും അപകടമുണ്ടാക്കിയിരിക്കുന്നതും. ഈ നിയന്ത്രണങ്ങൾ ലംഘിച്ച് നിശ്ചിത സമയങ്ങളിൽ സർവീസ് നടത്തുന്ന ടിപ്പർ വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശന നിയമ നടപടികളാണ് സ്വീകരിക്കാനിരുന്നത്. വരും ദിവസങ്ങളിൽ സ്കൂൾ പരിസരങ്ങൾ, പ്രധാന റോഡുകളിൽ MVDയുടെ സ്പെഷ്യൽ സ്ക്വാഡുകൾ നിരന്തര പരിശോധന നടത്തുമെന്നതടക്കമുള്ള ഒരു നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്തായാലും ടിപ്പർ ലോറി ഈ ഒരു സമയത്ത് യാത്ര ചെയ്തു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവകരമായ വീഴ്ചയായിട്ട് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ രാവിലെ 8 മുതൽ 10 മണി വരെ ടിപ്പറുകൾക്ക് കർശന നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. വൈകുന്നേരങ്ങളിൽ തിരുവനന്തപുരത്ത് 3 മുതൽ 4:30 വരെയും കണ്ണൂരിൽ 4 മുതൽ 6 വരെയുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ രാവിലെ 8:30 മുതൽ 10 മണി വരെയായിരുന്നു നിയന്ത്രണം. വൈകുന്നേരങ്ങളിൽ കൊല്ലത്ത് 3:30 മുതൽ 4:30 വരെ, പത്തനംതിട്ടയിൽ 3 മണി മുതൽ 4:30 വരെയുമുള്ള സമയങ്ങളിൽ ടിപ്പർ വാഹനങ്ങൾ സർവീസ് നടത്തുന്നത് നിരോധിച്ചിരുന്നു. കോട്ടയം ജില്ലയിൽ രാവിലെ 8:30 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ രാവിലെ 8:30 മുതൽ 10 മണി വരെയും വൈകുന്നേരം 8 മുതൽ 5 വരെയുമാണ് ടിപ്പറുകൾക്ക് വിലക്കുള്ളത്. കാസർഗോഡ് ജില്ലയിൽ രാവിലെ 9 മുതൽ 10 വരെയും വൈകുന്നേരം 4 മുതൽ 5 വരെയുമാണ് സമയക്രമം നിശ്ചയിച്ചിരുന്നത്. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 6 ജില്ലകളിൽ ഒരേ സമയക്രമമാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഈ ജില്ലകളിൽ സ്കൂൾ കുട്ടികളുടെ യാത്ര സുഗമമാക്കാൻ രാവിലെ 8:30 മുതൽ 10 മണി വരെയും വൈകുന്നേരം 3:30 മുതൽ 5 മണി വരെയും ടിപ്പർ വാഹനങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും ഈ വാഹനം സമയക്രമം തെറ്റിച്ചിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നടപടി കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല കുറച്ചുകൂടി ഗൗരവമാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ടിപ്പറുകൾക്ക് റോഡിലൂടെ പായുന്നത് കണ്ട ട്രെയിനിന് പോലും ഇത്രത്തെ സ്പീഡ് ഉണ്ടാകില്ല. അമ്മാതിരി പാച്ചിലാണ്, അക്ഷരാർത്ഥത്തിൽ മരണപ്പാച്ചിലാണ് ടിപ്പറുകൾ റോഡിലൂടെ നടത്തുന്നത്. പലരും അതിന് ദൃക്സാക്ഷികളാണ്. എന്തായാലും അമിത വേഗത ഇവിടെ അപകടത്തിലേക്ക് നയിച്ചു എന്ന നിഗമനത്തിൽ തന്നെയാണ് എത്താൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ മറ്റു വിവരങ്ങളൊക്കെ പുറത്തു വരികയുള്ളൂ. കുറച്ച് ജീവനുകൾ നഷ്ടമായി, വേദനാജനകമാണ്. എന്തായാലും ഈ ജീവൻ നഷ്ടമായവരുടെ ബന്ധുക്കളെയൊക്കെ എന്ത് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികൾ, സ്കൂൾ കുട്ടികളടക്കമാണ് മരിച്ചത്. അപ്പോൾ മാതാപിതാക്കളൊക്കെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന പോലും അറിയാതെ പലർക്കും ഈ ഒരു വാർത്ത ഉൾക്കൊള്ളാൻ പോലും ആകാത്ത രീതിയിലാണ്. വളരെ ദുഃഖകരമായ വാർത്തയാണ്. ഇത്തരത്തിലുള്ള അപകടം കുറച്ച് ജീവനുകൾ നഷ്ടമാക്കിയിരിക്കുന്നു എന്നത്. എന്തായാലും എവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഈ ടിപ്പർ ലോറികൾ നിരത്തിലിറങ്ങേണ്ട സമയത്ത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഈ അപകടം കൃത്യമായി നടന്നത് എത്ര മണിക്കാണെന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി ഒരു വാഹനങ്ങളും നിരത്തിലിറങ്ങാതിരിക്കാൻ അധികൃതർ ഇനിയും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി വിളിച്ചോതുകയാണ് സംഭവം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.